ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ്. ഹോണ്ടയുടെ ഹോണറ്റ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചായിരുന്നു. ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്, പുതിയ ടയർ കിടക്കണേ. ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്നേക്കാണ്. ബ്രേക്ക് പാഡ് തീർന്നിട്ട് പ്ലേറ്റ് കയറി ഡിസ്കുമ്മ പിടിച്ചു തുടങ്ങി. ഈ ഡിസ്കിൻ്റെ പ്ലേറ്റ് കയറി പിടിച്ചു തുടങ്ങിയത് കേട്ടോ. ചെറിയ സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട് സൈഡിൽ. തൽക്കാലം ബ്രേക്ക് പാഡ് മാറ്റിയിട്ടാൽ നമുക്കത് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. പിന്നെ അതിന് ശേഷം നമുക്ക് അതിൻ്റെ ചെയിനൊക്കെ അത്യാവശ്യം ലൂസുണ്ട്. അതേപോലെ തന്നെ ചെയിൻ ലൂബ്രിക്കേഷൻ ചെയ്യാനുണ്ട്. ഇപ്പോൾ ചെയിൻ ലൂബ് ചെയ്യാനുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് വാട്ടർ സർവീസ് പറഞ്ഞിട്ടില്ല, പക്ഷേ കൂട്ടത്തിൽ നമുക്ക് വാഷിംഗ് കൂടി ചെയ്ത് പോകണമാണ് നല്ലത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചെയിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ചെയിൻ ലൂബും കൂടി ചെയ്യാം. പിന്നെ അതേപോലെ നമ്മൾ ബാറ്ററി വണ്ടി നമ്മളിപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ ഇന്ന് കാലത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കണേ. ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് സെൽഫ് എടുക്കണ്ടായില്ല. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറ്റിയായിരുന്നു. 2022 മോഡൽ ബാറ്ററിയാണ് ഇരിക്കണത്. ആമറോണിൻ്റെ ബാറ്ററിയാണ് നമുക്ക് ഇതും ഇരിക്കുന്നത്. 12 വോൾട്ട് 5 ആമ്പിയറുള്ള ബാറ്ററിയാണ്. അപ്പോൾ നമ്മളത് ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ട് കുറവാണ്. 12.136 ഇഞ്ചിലേക്ക് വോൾട്ട് കാണിക്കണുള്ളൂ. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുക. റെഡ് ലൈറ്റാണ് തെളിയുന്നത്. അപ്പോൾ ഓൾറെഡി ബാറ്ററി ഡാമേജ് ആണ്. എനിക്ക് തോന്നുന്നു ബാറ്ററി ചാർജ് ചെയ്താലും വലിയ എഫക്റ്റീവായിട്ട് കിട്ടാൻ സാധ്യതയില്ല. കാരണം നമുക്ക് ബാറ്ററി ചാർജ് ചെയ്താൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിനകത്ത് ബാറ്ററി ലോ ആയിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ ചാർജ് കുറഞ്ഞിട്ടുള്ള പ്രോബ്ലമാണെങ്കിൽ ശരിക്കും ബാറ്ററി ലോ എന്നും പറഞ്ഞിട്ടാണ് വരേണ്ടത്. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് വേറെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ബാറ്ററി മാറ്റുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എഞ്ചിൻ്റെ ഈ ഭാഗത്ത് നമുക്കൊരു ഓയിൽ ലീക്ക് ഉണ്ട്. അതായത് ഈ ക്യാം ചെയിൻ്റെ ടെൻഷനറിൻ്റെ ഗ്യാസ്കറ്റ് കംപ്ലൈൻറ്റ് വന്നിട്ട് ഓയിൽ ലീക്കായിട്ട് ഇതിക്കടെ മൊത്തം ഒഴുകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊന്ന് വാട്ടർ സർവീസായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് വാഷ് ചെയ്ത് പോയിക്കോളും. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറണമെന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ലെഗ് ഗാർഡിൻ്റെ ഇവിടുത്തെ ഒരു യു ക്ലാമ്പൊക്കെ ചാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐറ്റം ചെറിയൊരു ബെൻഡും കാണിച്ചിട്ടുണ്ട്. ഈ സൈഡ് എവിടെ വെച്ചൊന്ന് ഇടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബെൻഡായിട്ടുണ്ട്. അപ്പോൾ യു ക്ലാമ്പ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പുറമേ നിന്ന് ഔട്ട് ഓഫ് സോഴ്സ് നോക്കേണ്ടി വരും. ഞാനത് പുറമെ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കത് മേടിച്ച് അതും കൂടി ഒന്ന് സെറ്റാക്കാം. അതേപോലെ തന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്തും വെച്ചേക്കാം. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ 2-3 കംപ്ലൈൻറ്റുകളുണ്ട്. ഒന്ന് നമുക്ക് ഫ്രണ്ട് ഹാൻഡിൽ ചെറിയൊരു ബലം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അതിൻ്റെ ടയറിൻ്റെ ഈ സൈഡ് ചെറിയൊരു വേരിയേഷനൊക്കെ ഉണ്ട്. ടയർ ഏറെക്കുറെ അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. അതുകൂടാതെ കൊണ്ട് നമുക്ക് ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് എന്ന് പറയും, അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടി കാണിക്കുന്നുണ്ട്. ചെറിയ കെട്ടറി ചാടിയാൽ പോലും നമുക്ക് ഹാൻഡിലുമ്പോൾ ഷെയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഈ ഹാൻഡിലിൻ്റെ ഈ റൊട്ടേഷൻ വന്ന ഭാഗത്ത് ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനായിട്ട് ആ ഭാഗത്തൊരു ബെയറിങ് യൂസ് ചെയ്യുന്നുണ്ട്. കോൺസെപ്റ്റ് എന്ന് പറയും. അത് ഓൾറെഡി ലൂസായിട്ടാണ് ആ പ്രോബ്ലം കാണിച്ചത്. അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ടൈറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഹാൻഡിൽ ടൈറ്റ് ആവണം. അപ്പോൾ നമുക്കത് ഒന്നുപോലെ നമ്മൾ അതേ രീതിയിൽ തന്നെ നിലനിർത്തണം. അതല്ലാന്നുണ്ടെങ്കിൽ അഴിച്ച് ഫുള്ള് ആ സെറ്റപ്പായിട്ട് നമുക്ക് മാറ്റി കളയേണ്ടതായിട്ട് വരും. എന്നാലാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആയാലും പാഡ് സെറ്റ് കാര്യങ്ങളൊക്കെ അഴിച്ച് ചെക്ക് ചെയ്തു. പാഡ് സെറ്റ് അത്യാവശ്യം നല്ല പാഡാണ്, ഉപയോഗിക്കാനുണ്ട്. പക്ഷേ നമുക്കതിൻ്റെ ഈ റബ്ബർ ബൂട്ടുകളൊന്നും മാറ്റി റീസെറ്റ് ചെയ്തേക്കാം. പിന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. മെയിനായിട്ട് അത്ര കേസാണ് മെയിനായിട്ടുള്ളത്. പിന്നെ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടായില്ല. സ്റ്റാർട്ട് ആവാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാണിച്ചതെന്ന് വെച്ചാൽ സെൽഫ് എടുക്കാനൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലൈൻ്റ് ആണ്. എയർ ഫിൽറ്റർ ആയാലും പുതിയ ഫിൽറ്ററാണ് അതുമ്പോൾ കിടക്കണേ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിലവിൽ ഞാൻ എൻ്റെ കോൺസെപ്റ്റ് മാറ്റുന്നതടക്കം എത്ര കോസ്റ്റ് വരും എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം. ഈ പറഞ്ഞ ബാറ്ററിയുടെ കേസും കൂടി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം. നോക്കിയിട്ട് റിപ്ലൈ തന്നാൽ മതി. റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ എന്തെങ്കിലും. അപ്പോൾ വീഡിയോസും അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എമൗണ്ടും കൂടി ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടാം. നമുക്ക് എന്തെങ്കിലും ഒരു വൈകിട്ടത്തേക്ക് വണ്ടി കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഇറക്കാനായിട്ട് സാധിക്കും. ഓക്കെ.